ഹലോ ഗൈസ് മക്കളെ ഹലോ ഗായ്സ്, വെൽക്കം ടു ടാനിഷ് യൂട്യൂബ് ചാനൽ എന്നാട്ടോ അവൻ പറയാൻ നോക്കിയത്. അവൻ അത്രേ അറിയുള്ളൂ. അവന് 3 വയസ്സായിട്ടായിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവൻ ഉഷാറാവും. മനസ്സിലായില്ലെങ്കിലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എൻ്റെ മമ്മ പറയുന്നത്. അങ്ങനെ ടാനിയും മമ്മയും കൂടെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് വൈറ്റില വരെ പോവാണ്. ടാനിയുടെ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു ഹനാൻഷനെ കാണണം. അങ്ങനെ ഹനാൻഷ അവസാനം വൈറ്റില വരുന്നുണ്ട്. കൊച്ചി വൈറ്റില പൊന്നുരുന്നിയിൽ ഹനാൻഷനൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ 10 മണിക്ക് എത്തുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 10 മണിയായിട്ടൊന്നും ഹനാൻഷ എത്തിയില്ല. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും റോഡിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നപ്പോൾ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ നിന്നു. പെട്ടെന്ന് വരുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു. ടാനിക്ക് മടുത്ത് തുടങ്ങി. പക്ഷേ ഹനാൻഷനെ കാണാനുള്ളത് കൊണ്ട് അവന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹനാൻഷ വന്നു. അതിൻ്റെ സന്തോഷമാണ് ടാനിയുടെയും മമ്മയുടെയും മുഖത്ത്. ഹനാൻഷ സ്റ്റേജിലേക്ക് കയറി വന്നു. എല്ലാവരും ഭയങ്കര കൂക്കിയിടലും ഒച്ചപ്പാടൊക്കെ ഇരുന്നു, കൈയടിയൊക്കെ ഇരുന്നു. ഹനാൻഷ അങ്ങനെ കൂളായി സ്റ്റേജിലേക്ക് കയറി വന്ന് എല്ലാവർക്കും കൈ കൊടുക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ ഞങ്ങൾക്കും കൈ തന്നിട്ട് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ അവസാനം സ്റ്റാനീനെ സ്റ്റേജിലേക്ക് വിളിച്ച് സ്റ്റാനിയും സ്റ്റേജിൽ പോയി. സ്റ്റാനിയും ഉഷാറായിരുന്നു. ഹനാൻഷ എന്തൊക്കെയോ ചെവിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളവും കാരണം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഹനാൻഷ കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചു. എന്താ ലേറ്റായി എന്നുള്ള കാരണമൊക്കെ പറഞ്ഞു. എല്ലാവരോടും സോറിയൊക്കെ പറഞ്ഞു. പിന്നെ കൂടെയുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങി. ഹനാൻഷ തീരെ വെയിലില്ലേ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച്. ടാനി അപ്പോഴും സ്റ്റേജിൽ തന്നെയായിരുന്നു. അവരുടെ ഒരാളെപ്പോലെ തന്നെ അടിപൊളിയായിട്ട് സ്റ്റേജിൽ ഫുൾ ടൈം നിന്നു. പിന്നെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങി. ഷോപ്പിൻ്റെ പാർട്ട്നേഴ്സും ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് നെയിമൊക്കെ റിലീസ് ചെയ്ത് എല്ലാവരും കയ്യൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ KP ഒരു പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ടാനി ഫുൾ ഡാൻസൊക്കെ ആയിരുന്നു. അവന് ഫുള്ള് ഹാപ്പിയായി. ഫുള്ള് സ്റ്റേജിൽ തന്നെയായിരുന്നു. എല്ലാവരും വെയിലടിക്കുമ്പോൾ കൈയൊക്കെ പൊത്തുന്നുണ്ടെങ്കിൽ അവന് നല്ല കൂളായി നല്ല ഡാൻസൊക്കെ കളിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ലോണം സ്റ്റേജിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ അവൻ കുറേ നേരം കളിച്ചു. പിന്നെ ഹനാൻഷ എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തന്നു. ഇസ്മിലെ ആ സുന്ദര രാവിതിനാലേ എന്നുള്ള പാട്ടായിരുന്നു പാടിയത്. കോപ്പി റൈറ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്. അടിപൊളിയായിരുന്നു. ഹനാൻഷ പാടുമ്പോൾ തന്നെ എല്ലാവരും കൂടെ തന്നെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹനാൻഷയുടെ പാട്ട് കഴിഞ്ഞപാട് KPയുടെയും പാത്തുവിൻ്റെയും ഒരു പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റേജിലിങ്ങനെ നിൽക്കുമ്പോൾ ഹനാൻഷയും ടാനിയും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളമായതുകൊണ്ട് നമ്മളൊന്നും കേൾക്കുന്നില്ല. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. ടാനിക്ക് കുഴപ്പമൊന്നുമില്ല. ടാനി ഹനാൻഷ എടുത്തപ്പം പെട്ടെന്ന് തന്നെ ആളെ കൂടെ പോയി. ആൾ ഹാപ്പി ആയിരുന്നു. നല്ല ഇഷ്ടമായി ഹനാൻഷനെ. ചെക്കന്മാരുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പോക്കിരിയാണെങ്കിലും ഹനാൻഷനെ എന്തോ അങ്ങനെ വെറുപ്പിക്കാനോ നിന്നിട്ടില്ലാത്ത പോലെ തോന്നി. പിന്നെ ഇനാഗുറേഷൻ്റെ സമയമായപ്പോൾ റിബൺ കട്ട് ചെയ്യുന്ന സമയമായപ്പോൾ എല്ലാവരോടും സ്റ്റേജിൻ്റെ ഇറങ്ങിയിട്ട് ഷോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ ഹനാൻഷ എല്ലാവരും ക്ഷണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വാ എന്ന് പറഞ്ഞിട്ട്. ടാനീനെ എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹനാൻഷ പോയത്. നല്ല തിരക്കായത് കാരണം ടാനീനെ വാങ്ങാനോ ടാനിൻ്റെ അടുത്ത് എത്താനോ എനിക്ക് പറ്റിയില്ല. ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. പക്ഷെ കാണുന്നുണ്ടായിരുന്നു. എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. പിന്നെ റിബൺ കട്ടയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്ത് മെല്ലെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ടാനീനെ കയ്യിൽ തന്നെ എടുത്തോണ്ടായിരുന്നു കേട്ടോ പോയത്. ടാനി ഹനാൻഷൻ്റെ കൂടെ തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ടാനീനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല. മൂപ്പര് ടാനി ഹനാൻഷൻ്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് പോയി. ഞാൻ കുറച്ച് ഫ്രണ്ടിലായിരുന്നു. റിബൺ കട്ട് ചെയ്തതിന് ശേഷം ഷോപ്പിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പെട്ടെന്നൊരു ഊബറും വിളിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റുകളിൽ അറിയിക്കുക. താങ്ക് യു.